കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ മദ്യക്കുപ്പികളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു പരീക്ഷണം കേവലം ഒരു മാസത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ അപ്രതീക്ഷിത അധിക വരുമാനം നേടിയിരിക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി ഉപഭോക്താക്കളുടെ മനോഭാവം കാരണം ബെവ്കോയ്ക്ക് വൻ ലാഭമായി മാറുന്ന വിചിത്രമായ കാഴ്ചയാണ് നാം കാണുന്നത്. പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ വിൽക്കുമ്പോൾ ഉപഭോക്താവിൽ നിന്ന് നിക്ഷേപമായി ഈടാക്കുന്ന 20 രൂപ കാലിക്കുപ്പി തിരികെ നൽകുമ്പോൾ മടക്കി കൊടുക്കുന്ന ഈ സംവിധാനം കേരളത്തിലെ തിരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പാക്കിയത്. എന്നാൽ ഒരു മാസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ കഥ മറ്റൊന്നാണ്. കൃത്യമായി പറഞ്ഞാൽ 2023 സെപ്റ്റംബർ 10 മുതൽ ഒക്ടോബർ 9 വരെയുള്ള ഒരു മാസം കൊണ്ട് 7,58,980 കാലിക്കുപ്പികൾ തിരിച്ചെത്തിയിട്ടില്ല. ഈ കുപ്പികൾക്കായി ഉപഭോക്താക്കൾ നിക്ഷേപിച്ച തുകയായ 1.51 കോടി രൂപ ഇപ്പോൾ ബെവ്കോയുടെ സ്വന്തമായി മാറിയിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി തുടങ്ങിയ ഒരു പദ്ധതി എങ്ങനെയാണ് ഉപഭോക്തൃ മനോഭാവം കാരണം ഒരു സാമ്പത്തിക വരുമാന സ്രോതസ്സായി മാറിയത് എന്ന ചോദ്യമാണ് ഈ കണക്കുകൾ ഉയർത്തുന്നത്. ബെവ്കോ പുറത്തുവിട്ട കണക്കുകൾ കൂടുതൽ വിശദമായ ചിത്രം നൽകുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിൽ ആകെ വിറ്റ പ്ലാസ്റ്റിക് കുപ്പികളുടെ എണ്ണം 15,25,584 ഇതിൽ തിരികെ എത്തിയത് 7,66,604 കാലിക്കുപ്പികൾ മാത്രം. അതായത് തിരിച്ചുവരവ് നിരക്ക് കൃത്യം 50.25%. ബാക്കിയുള്ള 50% കുപ്പികളാണ് 1.51 കോടി രൂപയുടെ വരുമാനം ബെവ്കോയ്ക്ക് നൽകിയത്. പദ്ധതിയുടെ ലക്ഷ്യം പൂർണ്ണമായും പാഴായി എന്ന് പറയാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ പൊതുവിടങ്ങളിലോ അഴുക്കുചാലുകളിലോ വലിച്ചെറിയാൻ സാധ്യതയുണ്ടായിരുന്ന 7.5 ലക്ഷത്തിലധികം പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു നല്ല വശമാണ്. പക്ഷെ ലക്ഷ്യമിട്ട 100% വിജയത്തിന് പകരം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട 7.5 ലക്ഷം കുപ്പികളും അവയിൽ കുടുങ്ങിയ 1.51 കോടി രൂപയും ഒരു വലിയ സാമൂഹിക സാമ്പത്തിക വിശകലനത്തിന് വഴിയൊരുക്കുന്നു. ഉപഭോക്താവ് കാലിക്കുപ്പി തിരികെ നൽകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സാമൂഹിക മാനസിക തലത്തിൽ നിന്നുകൊണ്ട് പരിശോധന നടത്തേണ്ടതുണ്ട്. കേവലം 20 രൂപ നിക്ഷേപ തുക തിരികെ ലഭിക്കാനായി ഉപഭോക്താവ് കാലിക്കുപ്പി തിരികെ നൽകാത്തത് എന്തുകൊണ്ട് എന്നത് സാമൂഹിക മാനസിക തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. കേവലം 20 രൂപ നിക്ഷേപ തുക തിരികെ ലഭിക്കാനായി ഉപഭോക്താക്കൾ കാലിക്കുപ്പി തിരികെ നൽകാത്തതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. ആദ്യത്തേത് സമയവും സൗകര്യക്കുറവും. അതായത് മദ്യം വാങ്ങിയ ഔട്ട്ലെറ്റിൽ തന്നെ കാലിക്കുപ്പി തിരികെ എത്തിക്കണം എന്ന നിബന്ധന പലർക്കും ഒരു ബുദ്ധിമുട്ടായി തോന്നാം. ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഒരാൾക്ക് 20 രൂപ തിരികെ ലഭിക്കുന്നതിനായി വീണ്ടും ആ ഔട്ട്ലെറ്റ് ലക്ഷ്യമാക്കി യാത്ര ചെയ്യേണ്ടി വരുന്നത് സമയനഷ്ടമായി കണക്കാക്കുന്നു. യാത്രാ കൂലി 20 രൂപയേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ശ്രമം ഉപേക്ഷിക്കാനുള്ള സാധ്യതയേറെയാണ്. മറ്റൊരു കാരണം പണത്തിൻ്റെ മൂല്യബോധം. ഒരു കണക്കിന് സാമ്പത്തികമായി മെച്ചപ്പെട്ട ഉപഭോക്താക്കളെ സംബന്ധിച്ച് 20 രൂപ ഒരു വലിയ തുകയായി തോന്നണമെന്നില്ല. ഒരു കുപ്പിയുടെ 20 രൂപ നഷ്ടപ്പെട്ടാലും സാരമില്ല എന്ന മനോഭാവം പലരെയും പിന്നോട്ട് വലിക്കുന്നു. ദാരിദ്ര്യം കുറഞ്ഞ സമൂഹങ്ങളിൽ ഇത്തരം നിക്ഷേപ പദ്ധതികൾ നേരിടുന്ന ഒരു പൊതു വെല്ലുവിളിയാണിത്. മൂന്നാമതായി സാമൂഹിക മനോഭാവം. പൊതു ഇടത്തിൽ കാലിക്കുപ്പിയുമായി നടക്കുന്നത് ഒരു സാമൂഹിക ബുദ്ധിമുട്ടായി ചിലർക്ക് തോന്നാം. മദ്യപാനം എന്നത് ഇപ്പോഴും പലരും രഹസ്യമായി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശീലമായതുകൊണ്ട് കാലിക്കുപ്പി തിരിച്ചെത്തിച്ച് പണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ആളുകൾ ശ്രമിച്ചേക്കാം. അവസാനമായി വിവരമില്ലായ്മയും അവബോധക്കുറവും. പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ചും കാലിക്കുപ്പി തിരിച്ചേൽപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചില ഉപഭോക്താക്കൾക്ക് വേണ്ടത്ര അറിവില്ലായിരിക്കാം. ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും തിരക്കിനിടയിൽ വിവരങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. നിലവിൽ തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 10 വീതം ഔട്ട്ലെറ്റുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയത്. 2024 ജനുവരി മുതൽ സംസ്ഥാനത്തെ 270 ഔട്ട്ലെറ്റുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനാണ് ബെവ്കോയുടെ തീരുമാനം. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 10 വീതം ഔട്ട്ലെറ്റുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പാക്കി തുടങ്ങിയത്. 2024 ജനുവരി മുതൽ സംസ്ഥാനത്തെ 270 ഔട്ട്ലെറ്റുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനും തീരുമാനമുണ്ടായിരുന്നു. ഈ വ്യാപനം വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. പരീക്ഷണ ഘട്ടത്തിലെ 50% തിരിച്ചുവരവ് നിരക്ക് നിലനിർത്തുകയാണെങ്കിൽ ജനുവരി മുതൽ ഈ ഇനത്തിൽ ബെവ്കോയുടെ അധിക വരുമാനം കോടിക്കണക്കിന് രൂപയായി ഉയരും. ഒരു മാസത്തെ കണക്ക് വെച്ച് ഒരു വർഷത്തേക്ക് ഏകദേശം 18 കോടിയിലധികം രൂപ ബെവ്കോയ്ക്ക് അധികമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. വികസിത രാജ്യങ്ങളിൽ ഇത്തരം ഡെപ്പോസിറ്റ് റിട്ടേൺ സ്കീമുകൾ വളരെ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ജർമ്മനിയിലെ ഫാണ്ട് സംവിധാനം.
അവിടെ ബിയർ, വെള്ളം, സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവയുടെ കുപ്പികൾക്കും കാനുകൾക്കും €0.08 മുതൽ €0.25 വരെ നിക്ഷേപം ഈടാക്കുന്നു. ഈ കാനുകൾ ശേഖരിക്കുന്നതിനായി സൂപ്പർ മാർക്കറ്റുകളിൽ പ്രത്യേക ഓട്ടോമേറ്റഡ് മെഷീനുകളായ റിവേഴ്സ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മെഷീനുകൾ വളരെ വേഗത്തിൽ പണം തിരികെ നൽകുന്നു. ഇത്തരം സംവിധാനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ 90% തിരിച്ചുവരവ് നിരക്ക് ഉറപ്പാക്കുന്നു. കേരളത്തിൽ പദ്ധതി കൂടുതൽ വിജയമാകണമെങ്കിൽ ഔട്ട്ലെറ്റുകളിൽ തിരികെ നൽകാനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കണം. റിവേഴ്സ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ കുപ്പി തിരികെ എടുക്കുന്നതിന് ഔട്ട്ലെറ്റുകൾക്ക് ഒരു കമ്മീഷൻ നൽകി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണ്. ബെവ്കോയുടെ ഈ അധിക വരുമാനം തിരിച്ചു പരിസ്ഥിതി സൗഹൃദപരമായ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നത് ഉപഭോക്താക്കൾക്കിടയിൽ കൂടുതൽ വിശ്വാസമുണ്ടാക്കാൻ സഹായിച്ചേക്കാം. ബെവ്കോയ്ക്ക് ലഭിച്ച ₹1.5 കോടി ഒരു ലാഭക്കണക്ക് എന്നതിനുപരി കേരളത്തിലെ ഉപഭോക്തൃ മനോഭാവത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന പാഠമാണ്. ₹20 നിക്ഷേപം പോലും തിരികെ വാങ്ങാൻ തയ്യാറാകാത്ത ഉപഭോക്താക്കൾ സൗകര്യത്തിന് നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്ന് അടിവരയിടുന്നു. പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ വിജയകരമാകണമെങ്കിൽ നിയമപരമായ നിബന്ധനകൾക്കപ്പുറം അത് ഉപഭോക്താവിന് ഏറ്റവും എളുപ്പമുള്ള കാര്യമായി മാറണം. പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുന്നതിനേക്കാൾ വേഗത്തിൽ, എളുപ്പത്തിൽ, യാതൊരു സാമൂഹിക ബുദ്ധിമുട്ടുമില്ലാതെ ₹20 തിരികെ നേടാൻ കഴിയുന്ന ഒരു സംവിധാനം വന്നാൽ ഈ തിരിച്ചുവരവ് നിരക്ക് തീർച്ചയായും 90% ഉയരും. ബെവ്കോയുടെ അടുത്ത ഘട്ടം ഈ തിരിച്ചുവരവ് നിരക്ക് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ പദ്ധതി ഒരു അധിക വരുമാന മാർഗം മാത്രമായി തുടരുമോ അതോ പരിസ്ഥിതി സൗഹൃദത്തിൻ്റെ ഒരു വിജയഗാഥയായി മാറുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതിൽ നഷ്ടപ്പെടുന്നത് ബെവ്കോയ്ക്കുള്ള അധിക വരുമാനമല്ല, മറിച്ച് ശുദ്ധമായ ഒരു നാളേക്കായി ഓരോ പൗരനും നൽകേണ്ട ചെറിയൊരു ഉത്തരവാദിത്തമാണ്.